ചക്ക എരിശ്ശേരിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യമായ ചക്ക ചെറുതായി നുറുക്കിയത്. ഞാനിവിടെ ഒരു 6 പിടിയോളം ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകുപൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളവും, ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ അടച്ച് വേവിക്കുക. ഇനി ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലൊരു 2 പച്ചമുളക്, ഞാനിവിടെ ചെറുതായതിനാൽ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ചെറിയ ഉള്ളി നടുവൊന്ന് കീറിയതും, ഒരു നുള്ള് ജീരകവും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും, ഒരു 1.5 പിടി നാളികേരവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിടി നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വറുത്തെടുക്കുക. ഗോൾഡൻ കളർ വരുന്നത് വരെ നാളികേരം നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ കുക്കറിൽ ചക്ക വേവിക്കാനായി വച്ചിട്ടുണ്ടല്ലോ, അത് 2 വിസിൽ വരെയാണ് വരുത്തുന്നത്. അതായത് ആദ്യം ഫുള്ളിൽ വെച്ചിട്ട് നമ്മൾ 1 വിസിൽ വരുത്തിയിട്ട് ഒന്ന് തീ കുറച്ച് വെക്കുക. എന്നിട്ട് 1 വിസിൽ കൂടി വരുമ്പോൾ നമ്മുടെ ചക്ക വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ നാളികേരം നന്നായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്ത ചക്കയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി, അതായത് ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായി യോജിച്ച ശേഷം നമുക്കിതിലേക്ക് 1 നുള്ള് ശർക്കര കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി തിളച്ചു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.